Hello guys, Assalamu alaikum. Welcome to Darul Hidaya YouTube channel again. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ടെൻസുകൾക്ക് മുമ്പുള്ള കുറച്ച് വാക്കുകളാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ മുമ്പ് കുറച്ച് വാക്കുകൾ ഇതിൻ്റെ മുമ്പുള്ള പാർട്ടുകളിൽ ഞാൻ നിങ്ങൾക്ക് സൂചിപ്പിച്ചു തന്നിരുന്നു. അപ്പോൾ ആ വാക്കുകളെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ രണ്ട് വാക്കുകൾ എന്താണെന്ന് വെച്ചാൽ ഹാസ് ആൻഡ് ഹാവ്. ടുഡേസ് ടു വേർഡ്സ് ആർ ഹാസ് ആൻഡ് ഹാവ്. ഈ രണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നത് ഉടമസ്ഥതയെ പറ്റി പറയുവാനാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഉടമസ്ഥതയെ പറ്റി പറയുവാനാണ് ഹാസ് ആൻഡ് ഹാവ് എന്നീ രണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന്, ഐ ഹാവ് എ ബോൾ. എനിക്കൊരു പന്തുണ്ട്. ഐ ഹാവ് എ ബോൾ. എനിക്കൊരു പന്തുണ്ട്. ഹി ഹാസ് എ ബോൾ. അവനൊരു പന്തുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലായി കാണും, പ്ലൂരലിന് ഹാവ് ആണ് ഉപയോഗിക്കുക. സിമ്പിളായിട്ട് ഈ വേർഡ്സ് നിങ്ങൾക്ക് പഠിക്കാം. പ്ലൂരൽ ആവുമ്പോൾ ഹാവ് ആണ് ഉപയോഗിക്കുക. അത് ഐ ആണെങ്കിലും ഐ ഞാനാണ് എങ്കിലും ഐക്ക് ഹാവ് ആണ് ഉപയോഗിക്കാറുള്ളത്. സിംഗുലറിന് ഹാസുമാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ആദ്യത്തെ രണ്ട് വാക്കുകൾ ഉടമസ്ഥതയെക്കുറിച്ച് പറയുവാനാണ്. The second two words we are discussing today is will and shall. ഇന്നത്തെ രണ്ടാമത്തെ രണ്ട് വാക്കുകൾ will and shall. ഭാവിയിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യും എന്ന് പറയുവാനാണ് ഈ രണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നത്. will and shall ഭാവിയിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യും എന്ന് പറയുവാനാണ് ഈ രണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു തരാം. ഹീ വിൽ പ്ലേ. അവൻ കളിക്കും. ഹീ വോണ്ട് പ്ലേ. അവൻ കളിക്കില്ല. അതിൻ്റെ നെഗറ്റീവ് ആക്കാൻ യാതൊരു പണിയുമില്ല. ഹീ വുഡ് നോട്ട് എന്നുള്ളതാണ്. അത് ഹീ വോണ്ട് പ്ലേ എന്നാക്കും. അപ്പോൾ അവൻ കളിക്കില്ല. ഹീ വിൽ പ്ലേ. അവൻ കളിക്കും. ഇനി ഐയുടെ കൂടെ ഷാൾ ഉപയോഗിക്കാം. ഐയുടെ കൂടെ അങ്ങനെ ഷാൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചെയ്യാം എന്നുള്ള അർത്ഥമാണ് വരുന്നത്. എങ്കിലും മോഡേൺ ഇംഗ്ലീഷിലൊക്കെ ഇപ്പോഴും ഐയുടെ കൂടെ വില്ല് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞു തന്ന ഈ 4 വാക്കുകൾ നിങ്ങൾ തീർച്ചയായും ക്ലിയർ ആയിരിക്കണം. എന്തായാലും നിങ്ങൾ ഈ വാക്കുകളും പഠിച്ചിരിക്കണം. ഇതിന് മുമ്പുള്ള വാക്കുകൾ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ തൊട്ട് മുമ്പുള്ള പാർട്ടുകൾ നിങ്ങൾ കാണണം. അങ്ങനെ ഇതുവരെയുള്ള ഈ വാക്കുകളൊക്കെ പഠിച്ചതിന് ശേഷം അടുത്ത പാർട്ടിലും വെറും 2 ഇതേപോലെ തന്നെ കുറച്ച് ടെൻസിന് മുമ്പുള്ള വാക്കുകളുണ്ട്. ആ വാക്കുകൾ നിങ്ങൾ പഠിച്ചാൽ ഡയറക്റ്റ് ടെൻസിലേക്ക് കടക്കാം. ഈ വാക്കുകൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ ടെൻസിലേക്ക് കടക്കുകയാണെങ്കിൽ യാതൊരു സംശയവുമില്ല, ടെൻസ് പഠിക്കാൻ വളരെയധികം സിമ്പിളായിരിക്കും, എളുപ്പമായിരിക്കും. അപ്പോൾ ഈ എല്ലാ വാക്കുകളും നിങ്ങൾ പഠിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ ഗുഡ് ബൈ. അസ്സലാമു അലൈക്കും.